എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിറ്റാച്ചി ATMൽ മലയാളം ഓപ്ഷനിലൂടെയും ഇംഗ്ലീഷ് ഓപ്ഷനിലൂടെയും എങ്ങനെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ATMനെ കുറിച്ച് ഒട്ടും അറിയാത്തവർക്കായി ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഹിറ്റാച്ചി ATMനെ കുറിച്ചും ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടണിൽ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഹിറ്റാച്ചി ATM ഒരു വൈറ്റ് ലേബൽ ATM ആണ്. ഇതൊരു നിശ്ചിത ബാങ്കിന്റെ ATM അല്ല, മറിച്ച് റിസർവ് ബാങ്കിന്റെ അംഗീകാരമുള്ള ഹിറ്റാച്ചി കമ്പനിയുടെ ATM ആണ്. നമ്മൾ ഈ ATMലൂടെ ട്രാൻസാക്ഷനുകൾ നടത്തുന്നതിന് പ്രത്യേകിച്ച് സർവീസ് ചാർജുകളൊന്നും ഈടാക്കുന്നില്ല, മറിച്ച് ഇവർക്ക് റിസർവ് ബാങ്ക് തന്നെയാണ് നേരിട്ട് സർവീസ് ചാർജുകൾ നൽകുന്നത്. ഹിറ്റാച്ചി ATMകൾ ഇപ്പോൾ എല്ലായിടത്തും തന്നെയുണ്ട്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് അവരുടെ 4 ATMകൾ ഉണ്ട്. ഈ ATMകളിലൂടെ നമുക്ക് എല്ലാ ബാങ്കുകളുടെ ATM കാർഡും ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷനുകൾ നടത്താവുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ചില ബാങ്കുകളുടെ ക്യാഷ് ഡെപ്പോസിറ്റിംഗും ഹിറ്റാച്ചി ATMലൂടെ സാധ്യമാണ്. ഹിറ്റാച്ചി ATMകളിലൂടെയുള്ള ക്യാഷ് ഡെപ്പോസിറ്റിങ്ങിനെ കുറിച്ച് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. കൂടാതെ ഹിറ്റാച്ചി ATMനെ കുറിച്ച് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റാച്ചി ATMലൂടെ നമ്മൾ ക്യാഷ് എടുക്കുന്ന സമയത്ത് ഒരു ട്രാൻസാക്ഷനിൽ 10,000 രൂപ വരെയാണ് നമുക്ക് എടുക്കാനാവുക. അങ്ങനെ 10,000 രൂപ നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് OTP അഥവാ വൺ ടൈം പാസ്വേഡ് ഈ ATMന് ആവശ്യവുമില്ല. നമുക്ക് നേരിട്ട് തന്നെ ട്രാൻസാക്ഷനുകൾ നടത്താവുന്നതാണ്. ഒരു തവണ നിങ്ങൾ 10,000 രൂപ എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് 10,000 രൂപ എടുക്കണമെങ്കിൽ വീണ്ടും നിങ്ങൾ കാർഡ് ഇൻസർട്ട് ചെയ്തുകൊണ്ട് 10,000 രൂപ തന്നെ വീണ്ടും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ATM കാർഡിലൂടെ എത്ര രൂപ വരെയാണോ വിഡ്രോ ചെയ്യുന്നതിനുള്ള ലിമിറ്റേഷൻ ബാങ്ക് നൽകിയിരിക്കുന്നത് അത്രയും രൂപ തന്നെ 10,000 രൂപ വീതമുള്ള പല ട്രാൻസാക്ഷനുകളിലായി ഒറ്റ ദിവസം തന്നെ നിങ്ങൾക്ക് ഹിറ്റാച്ചി ATMലൂടെ പിൻവലിക്കാവുന്നതാണ്. ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നതാണ് ATMന്റെ ഫുൾ ഫോം. ATMനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി അതിന്റെ പ്രധാന ഭാഗങ്ങൾ ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നതാണ് ATMന്റെ സ്ക്രീൻ. ഇതിൽ വരുന്ന ഓപ്ഷനുകളെ പ്രസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ട്രാൻസാക്ഷനുകൾ നടത്താനാവുക. ATMകളിൽ നമുക്ക് 2 വിധത്തിൽ ഓപ്ഷനുകളെ പ്രസ് ചെയ്യാവുന്നതാണ്. ഒന്ന്, അത് ടച്ച് സ്ക്രീൻ ആണെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്മൾ ആ ഓപ്ഷന്റെ മേലെ ടച്ച് ചെയ്താൽ മതിയാവും. ഇനി മെഷീനിന്റെ 2 സൈഡിലും ബട്ടണുകളുള്ള ATMകളും ഉണ്ട്. അത്തരം ATMകളിൽ ആ ഓപ്ഷനുകൾക്ക് നേരെ കാണുന്ന ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അടുത്ത ഓപ്ഷനുകളിലേക്ക് പോകാനാവുക. ഹിറ്റാച്ചിയുടെ ATM ബട്ടൺ ഉള്ളതല്ല, ഇത് ടച്ച് സ്ക്രീൻ ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷനുകളിൽ തന്നെ ടച്ച് ചെയ്താൽ മതിയാവും. ഇനി ഹിറ്റാച്ചി ATMൽ നമ്മൾ ക്യാഷ് എടുക്കുന്നതും അതേപോലെ ഡെപ്പോസിറ്റ് ചെയ്യാനായി ക്യാഷ് വെക്കുന്നതും ഈ ഭാഗത്താണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നെ കാണിക്കാം. ഇനി ഈ മെഷീനിലേക്ക് ATM കാർഡ് ഇൻസർട്ട് ചെയ്യേണ്ടത് ഈ ഭാഗത്തിലൂടെയാണ്. അത് നമുക്ക് എങ്ങനെയെന്ന് പിന്നെ നോക്കാം. ഇനി മറ്റൊരു പ്രധാന ഭാഗം ഇതാണ്. ഈ നമ്പർ കീബോർഡിലാണ് നമുക്ക് എത്രയാണോ എടുക്കേണ്ടത് ആ ക്യാഷ്, അതേപോലെ ATM പിന്ന്, അതേപോലെ ATM കാർഡ് നമ്പർ, അക്കൗണ്ട് നമ്പർ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ നമ്പർ കീബോർഡിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആ ട്രാൻസാക്ഷനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ കീബോർഡിൽ ആ കാണുന്ന ആ ക്യാൻസൽ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ ആ ട്രാൻസാക്ഷൻ ക്യാൻസൽ ആവുന്നതാണ്. ഇനി നമ്മൾ എന്തെങ്കിലും തെറ്റിച്ചാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ആ നമ്പർ കീബോർഡിലെ ക്ലിയർ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്തത് മാഞ്ഞു പോകുന്നതാണ്. വീണ്ടും നമുക്ക് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഭാഗത്തിലൂടെയാണ് നമ്മൾ ട്രാൻസാക്ഷനുകൾ നടത്തിയ ശേഷം അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ATMന്റെ ഭാഗങ്ങൾ. ഇനി നമുക്ക് ഈ ATMൽ നിന്ന് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. ഇനി ഇംഗ്ലീഷ് ഓപ്ഷനുകളിലൂടെ നമുക്ക് ഈ ATMൽ നിന്ന് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം നിങ്ങൾ കാർഡ് ഇപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്നത് പോലെ ആ ചിപ്പ് വരുന്ന ഭാഗം മുകളിൽ വരത്തക്കവണ്ണം പിടിച്ചുകൊണ്ട് ഇതുപോലെ മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യുക. ഇൻസർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാർഡിനെ അറ്റം വരെ ഒന്ന് തള്ളിക്കൊടുക്കുക. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഓപ്ഷനുകൾ വരാൻ തുടങ്ങും. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങിയ ലാംഗ്വേജുകൾ കാണിക്കുന്നു. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ATM കാർഡിന്റെ പിന്ന് അഥവാ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിക്കുന്നത്.
അത് നിങ്ങൾ ഈ ATMന്റെ നമ്പർ കീബോർഡിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ATMൽ കാനറ ബാങ്കിന്റെ ATM കാർഡാണ് ഇൻസർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ 4 അക്ക പിന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ഇനി ആ സ്ക്രീനിൽ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഇതുപോലെ 2 ഓപ്ഷനുകൾ വരുന്നതാണ്. അതിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ATM ട്രാൻസാക്ഷൻ എന്ന ബട്ടണിലാണ് ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇത്രയും ഓപ്ഷനുകൾ സ്ക്രീനിൽ ഇതുപോലെ വരുന്നതാണ്. അതിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കാണുന്ന ക്യാഷ് വിഡ്രോവൽ എന്ന ഓപ്ഷനിലാണ് നമ്മൾ ഇനി പ്രസ് ചെയ്യേണ്ടത്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇൻസർട്ട് ചെയ്ത കാർഡ് ഏത് ബാങ്കിൻ്റെയാണോ അതിൽ നിങ്ങളുടെ അക്കൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറന്റ് ഉണ്ട്, സേവിങ്സ് ഉണ്ട്, ക്രെഡിറ്റ് തുടങ്ങിയ ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. അതിൽ നിങ്ങളുടെ അധികവും സേവിങ്സ് അക്കൗണ്ട് തന്നെ ആയിരിക്കും. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ കറണ്ടിൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ക്രെഡിറ്റിൽ പ്രസ് ചെയ്യുക. എൻ്റെ സേവിങ്സ് അക്കൗണ്ട് ആണ്, ഞാനിവിടെ സേവിങ്സിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപ മുതൽ 10,000 രൂപ വരെ നിങ്ങൾക്ക് ഒറ്റ ട്രാൻസാക്ഷനിൽ എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 10,000 രൂപ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ യെസ് എന്ന ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. ഇനി ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന 10,000 രൂപയുടെ ട്രാൻസാക്ഷൻ റെസിപ്റ്റ് വേണോ എന്നാണ് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത്. വേണമെങ്കിൽ യെസ്സിൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നോയിൽ പ്രസ് ചെയ്യാം. ഞാനിവിടെ യെസ്സിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ മെഷീൻ ആ 10,000 രൂപയെ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അത് കൗണ്ട് ചെയ്ത ശേഷം ഈ ഭാഗം ഇതുപോലെ ഓപ്പൺ ആകുന്നതാണ്. ഇവിടെ ആ 10,000 രൂപ നിങ്ങൾക്ക് കാണാം. അത് ഇതുപോലെ നമ്മൾ കൈയിട്ട് എടുക്കണം. ആ ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ 10,000 രൂപ എടുത്തതിന്റെ റെസിപ്റ്റ് ഇതുപോലെ വരുന്നതാണ്. അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒപ്പം നമ്മുടെ ATM കാർഡ് ഇതുപോലെ മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി മലയാളം ഓപ്ഷനുകളിലൂടെ നമുക്ക് ഈ മെഷീനിൽ നിന്ന് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് നോക്കാം. അതിനായി വീണ്ടും ഞാൻ എൻ്റെ ATM കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഞാൻ ആ മലയാളം എന്ന് കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇനി നേരത്തെ ചെയ്ത പോലെ ഞാൻ എൻ്റെ ATM കാർഡിന്റെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അഥവാ പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ നേരത്തെ കണ്ടിന്യൂ എന്ന് കണ്ട ഭാഗത്ത് തുടരുക എന്നാണ് കാണുക. അതിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ 2 ഓപ്ഷനുകൾ വരും. അതിൽ റൈറ്റ് സൈഡിലായി കാണുന്ന ATM ഇടപാട് എന്ന ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷിൽ നേരത്തെ വന്ന പോലെ തന്നെ ഇത്രയും ഓപ്ഷനുകൾ ഇവിടെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലുള്ള ആ പണം പിൻവലിക്കൽ എന്ന ബട്ടണിലാണ് ഇനി പ്രസ് ചെയ്യേണ്ടത്. ഇനി അക്കൗണ്ട് ടൈപ്പ് ഞാൻ നേരത്തെ പോലെ സേവിങ്സിൽ പ്രസ് ചെയ്യുന്നു. ഇനി ക്യാഷ് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ 1000 രൂപയാണ് ടൈപ്പ് ചെയ്യുന്നത്. അത് ടൈപ്പ് ചെയ്ത ശേഷം സ്ക്രീനിൽ വേണം, ഇല്ല തുടങ്ങിയ ബട്ടണുകൾ കാണുന്നില്ലേ, അതിൽ വേണം എന്നതിൽ പ്രസ് ചെയ്യുക. ഇനി ട്രാൻസാക്ഷൻ റെസിപ്റ്റ് വേണമെങ്കിൽ യെസ്സിൽ പ്രസ് ചെയ്യാം. ഞാനിവിടെ യെസ്സിൽ പ്രസ് ചെയ്യുന്നു. മെഷീൻ ആ ക്യാഷ് കൗണ്ട് ചെയ്തതും തന്നെ ഇവിടെ നേരത്തെ പോലെ ഓപ്പൺ ആവുന്നു. ഇനി നമുക്ക് 1000 രൂപ ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ഇംഗ്ലീഷിൽ കണ്ട അതേ ഓപ്ഷനുകൾ തന്നെയാണ് മലയാളത്തിലും ഇവിടെ കാണിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഭാഷ സെലക്ട് ചെയ്തുകൊണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഓപ്ഷനുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച വീഡിയോയുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.